Achyuthavathaaram is a piece which involves multi-genres such as fantasy and a lot of cybercrime, technology and emotions, which will bring in the empowerment of women who watch this piece, and it will also bring in a lot of family emotions together for the audience. Superb. And എന്തുകൊണ്ട് അച്യുതാവതാരം കാണണം? കാരണം ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ആൻ ആക്ടർ എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും ഇത് കണ്ടിരിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? മാളവിയുടെ ഒരു പെർസ്പെക്റ്റീവ്. The reason that everyone should watch Achyuthavathaaram is because ഇന്നത്തെ കാലത്ത് സൈബർ ക്രൈം എന്നുള്ള ഒരു ഇഷ്യൂ വളരെ പ്രിവലന്റ് ആണ്, ഞാൻ പറഞ്ഞ പോലെ. സോ ഈ ഒരു ഫിലിം not only for the people who watch as an audience, as a cinema lovers, but also families പോലും ഈ situations വളരെ relatable ആയിരിക്കും. So these situations will, I believe, will resonate with most of the families. They will see their fears and pains, which will be reflected through these characters. But more than that, this film is here to bring a social awareness. So ഈ ഫിലിം കാണുന്ന ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമല്ല, പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ലീവ് മോർ അവെയർ അബൌട്ട് ദ സിറ്റുവേഷൻ ദാൻ എവർ ബിഫോർ. സൂപ്പർ. ഇത്രയും പറയുമ്പോൾ ഞങ്ങളുടെ അച്യുതയുടെ എത്തിക്കഴിഞ്ഞു. അച്യുതയുടെ ബ്രദറിനെയാണ് ഇനി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന. സഹോദരനായി എത്തുന്ന മോഹൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന അഭിജിത്തിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അഭിജിത്താണ് ഈ മൂവിയിൽ അച്യുതയുടെ ബ്രദർ ആയിട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ക്യാരക്ടർ നെയിം ഇസ് മോഹൻ ആണ്. സോ അച്യുത ഇവിടെയുണ്ട്. അച്യുതയുടെ ബ്രദർ മോഹനെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അഭിജിത്തിന് നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ യെസ്, അഭിജിത്താണ് മോഹൻ എന്ന ക്യാരക്ടർ ചെയ്യാണ്. സോ ഒരു സിസ്റ്റർ ബ്രദർ കോംബോയൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുമോ അഭിജിത്ത്? തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാണാൻ പറ്റും. ഒരു ചെറിയൊരു കോമ്പറ്റേറ്റീവ് ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ഒക്കെ കേട്ടു. സിസ്റ്ററിനോട് ഒരു ചെറിയൊരു അസൂയൊക്കെ ഉള്ള ഒരു ബ്രദർ ആണോ? കുശുമ്പുള്ള ഒരു ബ്രദർ ആണോ? കുശുമ്പല്ല, സിസ്റ്ററെ വളരെ ഉയരത്തിലേക്ക് എത്തുന്ന കാണുമ്പോൾ എന്താ ഇങ്ങനെ പോകുന്നതെന്നുള്ളൊരു തോന്നലുണ്ടാവും. അസൂയ പറയുന്നില്ല, ചെറിയൊരു കോമ്പറ്റീഷൻ ആറ്റിറ്റ്യൂഡ്. അസൂയ കുശുമ്പും കൂടി കൂടി ചേച്ചി എങ്ങനെ അവർക്ക് ചിന്താഗതിയുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ചേച്ചിയുടെ ഒരു എന്താ പറയാ, പെട്ടെന്ന് ചേച്ചിയുടെ ഒരു വലിയൊരു സക്സസ് കണ്ട് ഞെട്ടിയിരിക്കുന്ന ഞെട്ടിത്തരിച്ച ഒരാളുടെ ക്യാരക്ടറാണ് ഇതില് അഭിജിത്ത് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് അച്യുതാവതാരം? ഞാൻ നേരത്തെ മാളവികയോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു സെന്റൻസിൽ, ഒരു വാക്യത്തിൽ അച്യുതാവതാരം എന്ന മൂവി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും അഭിജിത്ത് പറയാ? ഒറ്റ വാക്കിലും പറയേണ്ട സിനിമയല്ല അച്യുതാവതാരം. അത് എല്ലാവരും കണ്ടു തന്നെ മനസ്സിലാക്കണം. കാരണം അത്രയേറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ സമൂഹം നേരിടുന്ന വെല്ലുവിളികളും ഇന്നത്തെ സമൂഹത്തിലെ യുവാക്കളും പിന്നെ അതുപോലെ ഫാമിലിയിൽ നടക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ സഹോദരനും അച്യുതയും ഞാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അടക്കം ആ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എക്സ്പെരിമെന്റൽ മൂവി കൂടിയാണ് അച്യുതാവതാരം. സോ ആസ് എൻ എക്സ്പെരിമെന്റൽ മൂവിയുടെ ഒരു ഭാഗമായി മാറുമ്പോൾ വരുന്ന ഒരു ഏറ്റവും വലിയ ചാലഞ്ച് ഒക്കെ എന്താണ്? കാരണം ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മൾട്ടി ലെയേഴ്സ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഭയങ്കരമായിട്ട് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഇമോഷൻസിന്റെ തന്നെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. സോ ഒരു ബ്രദർ സിസ്റ്റർ ബന്ധം, ഒരു ഫാമിലി ഡ്രാമയാണ്.
കുറച്ച് ടെക്നോളജി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്താണ് അച്യുതാവതാരം എത്തുന്നത്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ ഓർക്കുന്നത്? ഈ മൊമെന്റില് ഞാൻ ആ കഥാപാത്രത്തെ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫാമിലിയില് എല്ലാവരും നമ്മളെ ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കള് വീട്ടില് എന്തെങ്കിലും അടങ്ങിയിരിക്കില്ലല്ലോ, അവൻ അവന്റെ വഴികൾ തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ സഞ്ചരിക്കുമ്പോ വീട്ടുകാർ നിരന്തരം നീ എവിടെ പോവാ, നീ ഇങ്ങോട്ട് വാ, തിരിച്ചു വാ, വീട്ടിലുണ്ടാവണം എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് എന്റെ ഫാമിലി, മീൻസ് എന്റെ ഫാമിലി. പക്ഷെ മോഹൻ ഇതൊന്നും കേൾക്കാതെ സൗഹൃദത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊട്ടനായിട്ട് ആ സമൂഹത്തില് മീൻസ് ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ട് പൊട്ടനും മണ്ടനുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ അതേപോലെയാണ് മോഹൻ ഈ കഥാപാത്രമായിട്ട് മുന്നോട്ട് പോകും. സൂപ്പർ. അപ്പൊ ഇത്രയും പറയുമ്പോ പറഞ്ഞു ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ട് നടത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഫ്രണ്ട്സിനെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ കാരണം ഈ ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ടിട്ടാണ് അച്യുതയുടെ ബ്രദറായ മോഹൻ ഫുള്ള് വഴി തെറ്റി നടക്കുന്നത്. വഴി തെറ്റിക്കുന്ന ആനന്ദ് കൃഷ്ണ, ജോസഫ് മാത്യു ആൻഡ് മജീദ് എന്നിവരെ കൂടി വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഇവർ ഇത്രയുമാണ് മോഹനെ വഴി തെറ്റിക്കുന്ന വൃത്തികെട്ട കൂട്ടുകാർ. ഓക്കെ, മഹാവൃത്തികേട്ടന്മാരാണ്. ആരാണ് വരാത്തതില്ല? ആനന്ദ് ആൻഡ് ജോസഫ് മാത്യു, മജീദ്. ഹായ് 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 ആൾ ഹിയർ. സോ നിങ്ങളാണ് വഴി തെറ്റിക്കുന്ന എന്റെ പാവക്കുട്ടീനെ. പഞ്ചപാവം എന്താ ചെയ്യുമാർ കാരണം ഞാൻ വഴി തെറ്റി ഒന്നുമില്ലാണ്. വീട്ടിലും നാട്ടിലും ഒരു വിലയില്ലാണ്. ഓക്കെ, എന്താണ് പറയാനുള്ളത്? രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു കാര്യം പറയാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ജോസഫ് മാത്യൂസ്. ഞാൻ ഈ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ നിൽക്കുന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം 2 വർഷം മുമ്പ് എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ ഇതേ വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിയും. അതിലുപരി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സൈജു ചേട്ടന്റെ ചെറുപ്പകാലം ആ സിനിമയിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോ റയൻ അവഞ്ചേഴ്സിന്റെ അടുത്ത പ്രൊജക്ട് സൈജു ചേട്ടനെ വെച്ചാണെന്ന് അറിയുമ്പോൾ ഇരട്ടി സന്തോഷം. അങ്ങനെ അവർക്ക് തോന്നിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ ക്യാരക്ടറിലേക്ക് തൃശ്ശൂരാണ്. അപ്പൊ അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ സൈജു ചേട്ടനെ വീണ്ടും കാണാൻ കഴിഞ്ഞ സന്തോഷം. അച്യുതാനന്ദത്തിലേക്ക് വരുന്നത് ഈ മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ജോസഫ് സാറാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. സാറ് വിളിച്ചു, ഞാൻ പറഞ്ഞു ജോസഫ് ആണെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ജോസഫ് ആണ്. അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്റ്റാണ്, ഒരു കന്നഡ ഇൻഡസ്ട്രി എന്നുള്ള ഒരു ടീമാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ കന്നഡ നമുക്ക് മലയാളം തന്നെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ സാർ പറഞ്ഞൊരു മലയാള സിനിമയാണ്. അങ്ങനെ അതിലേക്ക് എത്തിയതിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറിന്റെ പേര് സുഹാസ് എന്നാണ്. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ. ഇവരെ പരമാവധി വഴി തെറ്റിച്ച്, പക്ഷെ ഈ സിനിമയില് നമുക്കുള്ളൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ സ്ക്രീനിൽ ചെയ്യേണ്ടി വന്നു. കാരണം മദ്യപാനം, പുകവലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശീലമില്ലാത്തത് കൊണ്ട് അത് കുറച്ച് ചെയ്യേണ്ടി വന്നു. സോ ഈ കുട്ടികളുടെ കൊടിയ ക്രൂരതയുടെ അച്ഛന്റെ മുഖമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കുറുപ്പ് എന്ന ക്യാരക്ടർ നെയിമിൽ എത്തുന്ന ജോസഫ് ജോൺ ആണ്. അദ്ദേഹമാണ് ആനന്ദ് കൃഷ്ണ ചെയ്യുന്ന ക്യാരക്ടറിന്റെ അച്ഛനായിട്ട് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന കൊടിയ വില്ലനാണ്. ഞങ്ങളുടെ ഈ ചിത്രത്തിലെ കുട്ടികളെ കൊണ്ട് പോലും വലിയ വലിയ വില്ലതങ്ങൾ കാണിക്കുന്ന ആ വില്ലനി മുഖം അച്യുതാവതാരത്തിലെ ഈ മുഖമാണ്. സോ കുറുപ്പ് എന്ന ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത് ആനന്ദ് കൃഷ്ണ ചെയ്യുന്ന ക്യാരക്ടറിന്റെ അച്ഛനെ. എന്തിനാണ് സാർ ഇത്രയും ക്രൂരത കാണിക്കുന്നത് സിനിമയില്? ജീവിതത്തിൽ ഞാൻ വില്ലനല്ല, ജീവിതത്തിൽ ഒരു പഞ്ചപാവ മനുഷ്യനാണ്. സിനിമയിൽ ഒരു നെഗറ്റീവ് പാത്രമുണ്ട്, കഥാപാത്രം. കാരണം ഇയാളാണ് ഇവരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഏതൊരു സംഭവത്തിന് വേണ്ടി. അപ്പൊ ഇതിന്റെ ഒരു സൈബർ ക്രൈമിന്റെ മെയിൻ ഒരു ത്രെഡ് ഞാനാണ്. എന്റെ ഒരു ജീവിത വിജയത്തിന് വേണ്ടിയാണ് ഞാൻ ഇവരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സൂപ്പർ. അപ്പോ നമ്മൾ കണ്ടു, വില്ലനെ കണ്ടു, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടു. പറഞ്ഞ പോലെ ഒരു സൈബർ ക്രൈം ഫാമിലി ഡ്രാമയാണ്. സ്പിരിച്വാലിറ്റിയും ടെക്നോളജിയും എല്ലാം വെൽ ബ്ലെൻഡ് ചെയ്ത് ഞങ്ങളുടെ എത്തുന്ന ചിത്രമാണ് അച്യുതാവതാരം. ഇനി ഇതിന് മോഹന്റെയും ഒപ്പം തന്നെ അച്യുതയുടെയും രണ്ടുപേരുടെ അമ്മയുടെ വേഷം ചെയ്തിരിക്കുന്നത് സീമ ജി നായരാണ്. സീമ ചേച്ചിയാണ്. ഇന്ന് തിരക്കുകൾ കൊണ്ട് മാത്രമാണ് മാമിന് എത്താൻ സാധിക്കാതിരുന്നത്. ആൻഡ് ഒപ്പം തന്നെ അച്ഛന്റെ ക്യാരക്ടർ ചെയ്യുന്നത് റൗണ്ട് ആയിട്ടുള്ള തമിഴ് ആൻഡ് കന്നഡ ആക്ടറായ അവിനാഷ് ആണ്. അദ്ദേഹത്തിന് ഇന്ന് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം എത്തിച്ചേരാൻ പറ്റുന്നില്ല. രണ്ടുപേരും മജീദ്, ഈ പറഞ്ഞ ഇത്രയും പേര് നിൽക്കുമ്പോൾ ഈ വില്ലനെ പറ്റി എന്താണ് പറയാനുള്ളത്?
നമസ്കാരം, ഞാൻ മജീദ്. ഞാൻ ഈ സിനിമയിലേക്ക് ഇരുന്ന ജോസഫ് സാറിൻ്റെ കൂടെയാണ്. ഇതില് ഈ ഞങ്ങൾ 3 പേരൊരു നെഗറ്റീവ് റോളാണ് ചെയ്തിട്ടുള്ളത്. ഈ മാക്സിമം എങ്ങനെ വഴിതെറ്റിക്കാന്നുള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം നന്നായി വഴിതെറ്റിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന ഒരു സൈബർ ക്രൈം, അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതിന്റെ പിന്നിൽ നിന്ന് എങ്ങനെ പണി കൊടുക്കുന്നു, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടി ജോണർ സിനിമയാണ്. എല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്യാൻ. മജീദാണ് സംസാരിച്ചത്. ഇനി റിലീസായ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ 6.4 മില്യൺ മലയാളത്തിൽ കണ്ട സംഗീതം അച്യുതാവതാരത്തിന് ഉണ്ടായിരുന്നു. സോ ഇനി ഞങ്ങൾ ഏറ്റവും സ്ട്രോങ് പോയിന്റിനെയാണ് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ഓക്കെ, ഇനി ഞങ്ങളുടെ ഇതിലെ ഈ പടത്തിൽ തന്നെ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ശിവനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ശിവ ഇസ് ഓൾറെഡി ഹിയർ. ഞങ്ങളുടെ ഈ സിനിമയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ഒരാൾ കൂടിയാണ്. അച്യുതാവതാരത്തിന്റെ മാറ്റു കൂട്ടുന്ന ഒരു മുഖം കൂടിയാണ്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ശിവ എങ്ങനെയാണ് മൈക്ക് എങ്ങനെയാണ് കാണുന്നത്? കാരണം അച്യുതാവതാരം ഇന്നത്തെ കാലത്തിന്റെ കഥയാണ്, ടുഡേ സ്റ്റോറിയാണ്. സോ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ, ഒരു വാക്യത്തിൽ ഹൗ യു പുട്ട് ഇൻ അച്യുതാവതാരം? നമസ്കാരം. ഈ ഒരു വാചകത്തിൽ പറയലാണ് ഏറ്റവും വലിയ പ്രയാസം. കാരണം അച്യുതാവതാരം ചുരുക്കി പറഞ്ഞാൽ ലീനിയറായിട്ട് കഥ പറഞ്ഞു പോകുന്ന, എളുപ്പത്തിൽ ചെന്നിരുന്ന്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, കള്ള കുറച്ചുകൊണ്ട് ചുമ്മാ ഇരുന്ന് കണ്ടുപോകുന്ന ഒരു സിനിമയല്ല. ഓഡിയൻസ് നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറിലാണ്, ഒരു ജോണറല്ല, മിക്സ് ഓഫ് ജോണേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിലിമിലെ ഹീറോ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. ഞാനത് എടുത്തന്നെ പറയും. കാരണം ഞങ്ങളെ ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, എങ്ങനെയാണ് ഈ ഒരു വർക്ക് ആയി വരുന്നത്. ഇപ്പൊ ഫുൾ ബ്രെയിൻ അവിടെയാണ്, ആ ബ്രെയിനാണ് ഈ ഫിലിമിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാട്ട് ചെയ്യാൻ പറ്റി. അതിന്റെ ഒരു സിനിമയായി വരുന്നത്, ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് തിയേറ്ററുണ്ട്. അതിന്റെ ആദ്യത്തെ ഫിലിമാണ് അച്യുതാവതാരം. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി എനിക്ക് പേഴ്സണലി ഉണ്ട്. അപ്പൊ ഫിലിമിലേക്ക് വരുമ്പോൾ അന്ന് ഇന്നും വിശ്വസിക്കുന്നു, ഫിലിം ഒരു ആക്ടറുടെ കലയല്ല, അതൊരു ഡയറക്ടറുടെ കലയാണ്. സോ ആ ഡയറക്ടോറിയൽ പാർട്ടാണ് ഈ ഫിലിമിന്റെ ഏറ്റവും ഹൈലൈറ്റ് പാർട്ട്. ഇനി വിനീഷിനെ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. വിനീഷ് പ്ലീസ്. വിനീഷ് ഞങ്ങൾക്ക് വേണ്ടി അച്യുതാവതാരത്തിൽ ഒരു നല്ലൊരു ലീഡ് ചെയ്ത ഒരു ആക്ടർ കൂടിയാണ്. വിനീഷ് പറഞ്ഞതുപോലെ ഡൽഹി, കാസർഗോഡ് ഒക്കെ ആയിട്ട് നടക്കുന്ന കഥയാണ് അച്യുതാവതാരം. പുനീത് സാറിന്റെ ഡിറക്ഷനിൽ ഈ പറഞ്ഞ പോലെ റെയ്റ വെഞ്ചേഴ്സ്, MR ഫിലിം ഫാക്ടറി, ഒപ്പം തന്നെ RR കമ്പൈൻസ് ചെയ്യുന്ന അച്യുതാവതാരത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഇതിനു മുമ്പ് പറഞ്ഞ പോലെ അതിന്റെ ഡെപ്ത് ആ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവണം. പിന്നെ ഒരു മെസ്സേജ്, ഇതുപോലെ ഉള്ള ഒരു മെസ്സേജ് നമ്മൾ പ്രേക്ഷകരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വേ ഓഫ് സ്റ്റൈൽ, അത് പുനീത് സാറ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാവുള്ളൂ എന്ന് റിപ്പീറ്റായിട്ട് പറയാനുള്ള കാരണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും. പിന്നെ അത് വിഷ്വൽ ട്രീറ്റ് ആണ്. അതുപോലെ വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ത്രില്ലിംഗ് മൂവി. എല്ലാവരും കാണാം. താങ്ക് യു. താങ്ക് യു. ഇത്രയാണ് ഞങ്ങളുടെ മെയിൻ കാസ്റ്റിൽ ഉള്ളത്. ഇനി ഞങ്ങളുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കുകയാണ്. റിലീസായ ഉടനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 6.4 മില്യൺ വ്യൂസ് ആണ് മലയാളത്തിൽ ഡിജിറ്റലിൽ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ തമിഴിലും ഒക്കെ ആയിട്ട് 2.4 മില്യൺ നേടിയ എൻപോരിയൻ എന്ന വൈക്കം വിജയലക്ഷ്മി 5 ഭാഷകളായിട്ട് പാടി ആരംഭിച്ച ഗാനം നമ്മുടെ അച്യുതാവതാരത്തിലെയാണ്. സോ ഞങ്ങൾ ഏറ്റവും സ്ട്രോങ് പില്ലറായ ബാക്ക് ബോണായ മ്യൂസിക് ടീമിനെയാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഓൺ സ്റ്റേജ് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ കൂടിയായ പ്രസന്ന കുമാറിനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. 4 പാട്ടുകളാണ് ഈ ചിത്രത്തിലുള്ളത്. അതിൽ ഒരെണ്ണം പ്രൊമോഷണൽ സോങ് ആണ്, ബാക്കി 3 എണ്ണമാണ് സിനിമയിൽ എത്താൻ പോകുന്നത്. എൻപൂരിൽ നിന്ന് തുടങ്ങുന്ന ഗാനം ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള സോങ്സ് ഇനി നമ്മൾ സിനിമയിൽ കാണാനായിട്ടിരിക്കുകയാണ്, റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. സർ, ഇപ്പം തന്നെ 6.4 മില്യൺ വ്യൂസ് ആണ് വൈക്കം വിജയലക്ഷ്മി 5 ഭാഷകളായിട്ട് പാടിയ ഗാനത്തിന് ലഭിച്ചത്. സോ എങ്ങനെയാണ് മ്യൂസിക്കിനെ പറ്റി, അച്യുതാവതാരത്തിലെ മ്യൂസിക്കിനെ പറ്റി?
thank you for this opportunity and good evening everyone. So coming to this movie, as you all know that this is a hyperlink movie and there was a lot of challenges while we are connecting the stories, because as a hyperlink movie we'll be having parallel stories and there are many protagonists, antagonists, like many characters will be playing around. So with a different story and narrations. So at the same time, like we would like to have each and every characters and thematic representation of each and every story and the characters, like we built it. So coming to the like what is that the instrumentation, we have also used the Budapest Orchestra to build that tension. So that is a Hungarian European like orchestra that is, and we have 4 songs already. You have told that, and we have enjoyed a lot when while doing the work, and we have experimented a lot, and we have used different types of musical instruments to build the characters, emotions, and there is a lot of what is that, suspense, thrill, and the family emotions, and finally the thing is like tradition, and also we have carried out the devotion. So getting all these things into one movie, that was literally a challenge. So and we did it, I think. Super. വലിയൊരു കൈയടി കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ 4 ഗാനങ്ങളുണ്ട്. ഒരെണ്ണം പ്രൊമോഷണൽ ഗാനമായിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതിൽ ആദ്യത്തെ ഗാനം എംപൂരിൽ ആലപിച്ചിരിക്കുന്നത് വൈക്കം വിജയലക്ഷ്മിയാണ്. തിരക്ക് ഗാനം കണ്ണൂരിലായതുകൊണ്ടാണ് ഇന്ന് എത്താൻ സാധിക്കാത്തത്. ഇനി രണ്ടാമത്തെ ഗാനം അത് കൈൻഡ് ഓഫ് ഒരു ഇംഗ്ലീഷ് ഗാനമാണ്. സെയിലർ ഓഫ് പെയിൻ എന്ന ഇംഗ്ലീഷ് ഗാനം നമുക്ക് വേണ്ടി, ഈ ചിത്രത്തിന് വേണ്ടി ആലപിച്ചിരിക്കുന്നത് ശ്രുതി ശിവദാസനാണ്. ശ്രുതിയെ വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ശ്രുതി പ്ലീസ്. ഓക്കെ, ശ്രുതിക്ക് ഇന്ന് എത്താൻ സാധിച്ചിട്ടില്ല. സോ ഇംഗ്ലീഷ് ഗാനമാണ് സർ ശ്രുതി ആലപിച്ചിരിക്കുന്നത്. സെയിലർ ഓഫ് പെയിൻ ആണ്. അത് നമ്മളിനി റിലീസ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് മൂന്നാമത്തെ ഞങ്ങളുടെ ഗാനം ഇറ്റ്സ് എ റാപ്പ് എനർജി വരുന്ന ഒരു ഗാനമാണ്. ആൻഡ്രിൻ ആണ് നമുക്ക് വേണ്ടി അത് ആലപിച്ചിരിക്കുന്നത്. സോ എല്ലാ വെറൈറ്റീസും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സർ. ആൻഡ്രിൻ ഇന്ന് എത്തിയിട്ടുണ്ടോ സർ? യെസ് പ്ലീസ്. ആൻഡ്രിൻ ഇസ് ഓൾ ഹിയർ. ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു റാപ്പർ കൂടിയാണ്. റാപ്പ് സോങ് ആണ്. ഇനി നമ്മളത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ പാട്ടാണ്. എങ്ങനെയായിരുന്നു അച്യുതാവതാരത്തിന്റെ ഒരു എനർജി? എങ്ങനെയായിരുന്നു നമ്മുടെ മ്യൂസിക് ടീമിന്റെ എനർജി? I would like to thank Puneet sir for giving me this chance, because എൻ്റെ ആദ്യത്തെ ഒരു മൂവിയാണ്. So also I like to thank Anandu for introducing me to Puneet sir. So ഇതിനകത്ത് ആൾഡർ എന്നല്ല, ദാച്ച എന്നുള്ളൊരു സ്റ്റേജ് നെയിമാണ്. ഞാൻ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് ആണ്. സോ എൻ്റെ ശരിക്കും ഒരു ആൾഡർ എന്നാണ്. സോ മൈ സ്റ്റേജ് നെയിം ഇസ് ദാച്ച. സോ ഇതിനകത്ത് ഞാൻ ഒരു ഇംഗ്ലീഷ് റാപ്പ് സോങ്ങാണ് പാടിയിരിക്കുന്നത്. സോ ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ. സൂപ്പർ. വലിയൊരു കൈയ്യടി കൊടുക്കാം നമ്മുടെ മ്യൂസിക് ടീമിൽ നിന്നും. ഇത്രയും പേരാണ് ഇവിടെ ജോയിൻ ആകുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഞങ്ങളുടെ അച്യുതാവതാരത്തിന്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് ഞങ്ങൾ കടക്കാൻ ഒരുങ്ങുകയാണ്. ട്രെയിലർ നിങ്ങൾ എല്ലാവരും കണ്ട ടീസറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. സോ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ എഗെയിൻ പറഞ്ഞതുപോലെ അച്യുതാവതാരം ഇത്രയും ബ്രില്യന്റ് ആയിട്ട് നമുക്ക് മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ the real reason is the people who been coming forward. നല്ല കൈയ്യടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ DOP ആയ ആനന്ദ് മീനാക്ഷി അവാർഡ് വിന്നിംഗ് സിനിമാറ്റോഗ്രാഫർ ആണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ എഡിറ്റർ മഹേഷ്, കൂടാതെ ഞങ്ങളുടെ കോ പ്രൊഡ്യൂസേഴ്സ് ആയ രമേശ് രുദ്രമൂർത്തി, രാകേഷ്, ഹായ് സർ പ്ലീസ് ബി ഹിയർ, എന്നിവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് ഇനി ഇറ്റ്സ് എ ടൈം ടു കോൾ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഞങ്ങളെ എല്ലാവരെയും മെൻറ്റർ ചെയ്ത് ഞങ്ങളെ നാവിഗേറ്റ് ചെയ്ത് അച്യുതാവതാരം ഇത്രയും ബ്രില്യന്റ് ആയിട്ട് ബിഗ് സ്ക്രീൻസിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ദ റിയൽ നെയിം മറ്റാരുമല്ല, ദ വെരി renowned and ഒപ്പം തന്നെ ദ വെരി phenomenal, ദ വെരി versatile, ദ director, ദ producer we are having on board. ഞങ്ങളുടെ എല്ലാവരുടെയും മെൻറ്ററായ പുനീത് സാറിനെ I would like to welcome here on the dais. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ Rayra Ventures in association with MR Film Factory and Amar Combines വേണ്ടി പുനീത് sir is all here. Sir, ഇനി ഞങ്ങളുടെ മെയിൻ ടീം എല്ലാവരും എത്തി. and co-producers രുദ്രമൂർത്തി sir, രാകേഷ് sir, I all here. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നു, ഇന്ന് മലയാള സിനിമയുടെ ലക്കി ഷാമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടം പോലുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് മലയാളത്തിന് സമ്മാനിച്ച ഗ്രേറ്റ് ആക്ടർ, ദ പ്രൊഡ്യൂസർ. ഒരുപാട് സന്തോഷത്തോടെ സൈജു കുറുപ്പിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സൈജു പ്ലീസ്. ഞങ്ങളുടെ അച്യുതാവതാരത്തിന്റെ ട്രെയിലർ ലോഞ്ച് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സൈജു ഇസ് ഓൾ ഹിയർ. നല്ലൊരു ബേസി എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ടത്. ഈ പടം കുറച്ചധികം പുതുമുഖങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന്റെ
റിസൾട്ടാണ്. ഈ പടം ഉറപ്പായിട്ടും ഒരു വലിയ സക്സസിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുനീതിന്റെ റാരോ ഫിലിംസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അർജുൻ PS ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിന്റെ നിർമ്മാതാവ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു അച്യുത അവതാരം. ആൻഡ് ടൈറ്റിൽ ഇപ്പോൾ പറഞ്ഞില്ല, ടൈറ്റിൽ ഉടനെ തന്നെ പറയുന്നതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ. എന്തായാലും ഇവിടെ ഞങ്ങളെല്ലാവരും ബ്ലസ് ചെയ്യാൻ വേണ്ടി വന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അച്യുത അവതാരം ഒരു വലിയ ഹിറ്റിലേക്ക് കുതിക്കട്ടെ. കമ്മിങ് സൂൺ അച്യുത അവതാരം. താങ്ക് യു സോ മച്ച് അർജുന. ഞങ്ങളോടൊപ്പം ഒരു 5 മിനിറ്റ് കൂടി ഒന്നിരിക്കണം. ഞങ്ങൾ ഇരുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഒരു വലിയ സന്തോഷ വാർത്ത ഇത് കഴിഞ്ഞ് നമുക്ക് റിവീൽ ചെയ്യാനുണ്ട്. സോ ഒന്ന് ആയിരിക്കണം എന്ന് ഞങ്ങൾ ഒന്ന് താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി എല്ലാ ടെക്നിക്കൽ ടീമിനെയും പുനീത് സാറിനെ എല്ലാവരെയും ഞാൻ ടു ദ സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പുനീത് സാർ ടു ദ സെന്റർ. എവരിവൺ ലെറ്റ്സ് ഹാവ് an alignment in the center. ഞങ്ങളുടെ ഇന്നത്തെ സിനിമയുടെ സൗണ്ട് ഡിസൈനർ കൂടിയായ ആസ്റ്റൺ പോൾ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ആസ്റ്റൺ പോൾ is all here. So straight away my question പുനീത് സാറിനെ. Sir, I am calling you forward. ഒരു വലിയ കൈയ്യടി കൊടുക്കാം. കാരണം റെയ്ന വെഞ്ചേഴ്സിന് വേണ്ടി in association with MR Film Factory and RR Combines-ന് വേണ്ടി അച്യുത അവതാരം എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പുനീത് സാർ ആണ്. സർ, why അച്യുത അവതാരം? എന്തുകൊണ്ട് അച്യുത അവതാരം? See, in today's world, the villains, what are the negative things? It doesn't hiding behind the trees or hiding behind the houses and all. The villains of the society hides behind the screen. Okay, it's not about the screens and all. It's behind the phones of the screens. Okay, that's what we try to explore. Achyuta is a girl who fights back that negative things. Okay. Super. No sir, that's something. And ഇത്രയും പറയുമ്പോൾ സർ അച്യുത അവതാരം is an experimental movie ആണ്. നമുക്കറിയാം ഒരു സൈബർ ക്രൈം ഫാമിലി ഡ്രാമ, സ്പിരിച്വാലിറ്റി ഉണ്ട്, ടെക്നോളജി is there, ഇമോഷണൽ കളക്ട് ഉണ്ട്, അപ്പം തന്നെ കൾച്ചറൽ ഇമോഷൻസ് ഉണ്ട്. ഇത്രയും വരുമ്പോൾ ഹൗ ഡിഫറെന്റ് is അച്യുത അവതാരം സർ? ബാക്കിയുള്ള പടങ്ങളിൽ നിന്നും ഏറ്റവും വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം എന്താണ് സർ അച്യുത അവതാരത്തെ? Achyuta Avataram is like a blend of different genres. Okay, it's a blend of family emotions. We have tried to tell the story by keeping the family, and the drama is about the cyber threat. Okay, cyber issues. Okay, we are conveying the cyber issues through the Achyuta Avataram, the family drama, through the family things. Got it. Great sir. And അച്യുത അവതാരം സാറിന്റെ ഒരു കുഞ്ഞിനെ പോലെയാണ്. It's like a kid to you. സാറിന്റെ ഒരു ബേബിയാണ് ഇനി നമ്മൾ എല്ലാവരും കാണാൻ പോകുന്നത്. സോ ഒരു വാക്യത്തിൽ ഇനി വൺ സെന്റൻസിൽ അച്യുത അവതാരത്തെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ബീയിങ് യുവർ ബേബി, സാർ എന്തായിരിക്കും പറയുക? ഒരു സെന്റൻസിൽ എന്റെ അച്യുത അവതാരം ഇതാണ് എന്ന് ഞങ്ങളുടെ മാസ്റ്റർ പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? I think we are keeping the naming ceremony in the theaters. The audience should keep a name for this baby. Okay, it is Achyuta Avataram. ഇത്രയും പറയുമ്പോൾ ഞങ്ങളുടെ ഒരു വലിയ പ്രസ്റ്റീജ് ഒരു പോയിന്റ് കൂടിയാണ്. ആനന്ദ് മീനാക്ഷി ഞങ്ങളുടെ അവാർഡ് വിന്നിംഗ് സിനിമറ്റോഗ്രാഫർ ആണ്. സർ, എന്തുമാത്രം ഒരു ചാലഞ്ച് ആയിരുന്നു അച്യുത അവതാരം? എന്താണ് ഇത് കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? വാട്ട് ദ ഓഡിയൻസ് ഷുഡ് ടേക്ക് ആഫ്റ്റർ വാച്ചിങ് അച്യുത അവതാരം? Well, namaskaram and my respect to all the dignitaries and my fellow artists and technicians. So, Achyuta Avataram, it's been quite a revelation if you would ask me. I mean, the kind of journey that we have taken from the time we started, the challenges that we have faced every day. One thing that I as a technician realize is the very small emotion which is very simplistic. Like, there's so many emotions which just kind of, hide behind a lot of layers today. In this film, we try to, unveil all of those layers and keep it as simple as possible so that people can relate to them. It's a story which is there among every, I can say you get a message. Fortunately, unfortunately, you would hit that message and it becomes an accident. It costs your life, it costs your savings.
So this is the backstory of the story, of the film that we have all come together. We have made this, and one thing is we have been very humble in every possible decisions that we have made. Choosing the equipment, choosing the cast, the crew, the location. We have kept it as true as possible. So the one thing that every viewer will take back is maybe a little silence, so that they can introspect on all of those little elements which matter a lot. And maybe on behalf of the team, I would hope that they get a time, they get a chance, they get a thought to not really hit on to that button, and probably that would safeguard a lot of, yeah. അതുപോലെ തന്നെ സാർ ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു ചിത്രം കൂടിയാണ് അച്യുതാവതാരം. ഇമോഷണലി ഇറ്റ്സ് എ ഹ്യൂമൻ മൂവി ഐ വുഡ് സേ. കാരണം പ്രീമിയർ സിനിമ കണ്ടവരെല്ലാവരും പറഞ്ഞ ഒരുപാട് ലൈറ്റ്സ് ഇല്ല, യു ആർ നോട്ട് ബോംബാർഡിംഗ് ദ മൂവി വിത്ത് ടു മച്ച് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഓർ എനിത്തിങ്. ഇറ്റ്സ് വെരി ഹ്യൂമൻ. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസും നല്ല ക്യാമറ വിഷ്വൽസും വെച്ചിട്ടാണ് അച്യുതാവതാരം സാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എത്ര എഫേർട്സ് ഉണ്ടായിരുന്നു സർ? കാരണം ഷൂട്ടിംഗ് വുഡ് ഹാവ് ബീൻ വെരി ടീഡിയസ്, വി നോ, കാരണം ഇറ്റ്സ് എ സൈബർ ക്രൈം ഫാമിലി ഡ്രാമ. I could understand a little of what efforts ile sir while shooting. Puneet sir is very professional, he's very specific. കാരണം sir കഥ narrate ചെയ്യുമ്പോൾ എനിക്കറിയാം he wants like the minute detailing should be very perfect on the movie. So how was it working with Puneet sir? Honestly, yeah, for sure. Yeah, it was not that difficult. The only reason is we connected well even before we started the project. So there was a lot of this cafe visits, and in that there was a lot of exchange. So I could see a lot of similarity, maybe in my perspective. Yeah, I could connect to the director, and the very true nature in him as a storyteller. He's not fabricating it, he's not cosmetizing the character. That's something that I could relate to. Because, doing something which is too much of cosmetic, maybe that's an approach as a technician, you can really do it. But maybe removing a lot of layers is a big task. So keeping it very simple is something which is challenging, and my respects, Puneet did really support me in the decisions that we've taken. We had a lot of conversation, discussions. I'm very sure the rest of the actors were they were not really knowing what is the communication that we guys were having on the sets. So it was quite a thing for them. But I think today, after so much of journey that we have taken, to seeing the film and the emotion in light, it's a big thing. And all kudos to the director. It's very, I can say it's a very important film to him, and my wishes to him. I think I have given one of the highest narrations to the person is only he, cinematographer. Because as it was an hyperlink screenplay, I need to narrate complete dots to him. Okay, while traveling to the shootings, like shooting spots, the locations, I need to narrate entire things. Okay, I think he has taken completely more than 1,000 times of narrations on the spot. Okay, whenever we are going to shoot a new sequence, I need to narrate him all from the first day. If we are shooting on the 11th day, I need to narrate him 10 days what we have shot and what we have planned and everything. That was very challenging for me. And if he was not my cinematographer, I couldn't bring this non-linear hyperlink screenplay on screen. Okay. And without him, there is no Achyutavataram. ഒരു വലിയ കൈയടി കൊടുക്കാം. Thank you very much. ഞങ്ങളുടെ and we do have the editor also with us, sir. എങ്ങനെയാണ്, how was the experience with Achyutavataram? Sir, being the editor for the movie, so what do you have to say? About the movie, I can say it's a good experience. The movie is nothing but a knowledge where you can get the most information. So in Achyutavataram,
way she struggles. So we can portray it in our life also. So not sitting quiet for the problems and how we can overcome our problems. That is one of the knowledge where you can get in Achutha. That is one keyword. And in editing, most of the movies I have worked on it, I cannot say that this will be a totally different than others. So in way of working, how he presents the movie, that is most important. So to giving this opportunity for the director, the team and producers also, very thankful for that one. Other than that, one thing that I need to add, the kind of I've covered him enough. I've covered him enough. We had to do a lot of back and forth on the edit, which I think I'm very sure Mahesh, you have done a really nice job. Thank you. I think the first copy is ready. Even today we are covering it. Oh. Okay. That's a part of the job, right, sir? Yeah. That comes with the job. Absolutely. Even before we started, he was rendering a file sitting right. Oh, sure. But a big hands editor കൂടിയാണ് അദ്ദേഹം. And as well, Paul, we have the sound designer ആണ്. എന്താണ് add on ചെയ്യാനുള്ളത്? നമസ്കാരം. Actually, thank you, Mohit sir, for giving me the opportunity. Mohit sir, Anand sir, everyone. അച്യുത അവതാരം എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ ആയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് പടം അച്യുത അവതാരം. അത് ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ ആയത് ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക് യു. ഒരു വലിയ കൈഡി കൊടുക്കാം പുനീത് സാറിന് മാത്രം ഞാൻ ഹോൾഡ് ചെയ്യാണ്. ആൻഡ് അച്യുത അവതാരത്തിന്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് ടീമിനും ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം ആൻഡ് താങ്ക് യു സോ മച്ച്. യു ഗൈസ് ഹാവ് ഡൺ അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ജോബ്. നിറഞ്ഞ കൈഡി നൽകിക്കൊണ്ട് എല്ലാവരെയും സീറ്റ്സിലേക്ക് നിങ്ങൾ വീണ്ടും ക്ഷണിക്കണം. പുനീത് സാർ, ഐ ആം ഹോൾഡിംഗ് യു ബാക്ക് ഫോർ another one more second. Thank you so much. That was അച്യുത അവതാരത്തിന്റെ ടീമായിരുന്നു നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പുനീത് സാറിനെ ഞാൻ ഒന്നുകൂടി വേദിയിലേക്ക് നിർത്തുകയാണ്. As you know, അച്യുത അവതാരം എന്ന ഇതിന്റെ ടീസർ റിലീസ് ആയ സമയത്ത് it was widely accepted, sir. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ആൻഡ് സർ പറഞ്ഞ ഒരു കാര്യം, സോ വൈറൽ, സോ സെൻസേഷണൽ. അതായത് കേരളത്തിലാണ് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ കേരള മലയാളം would be അച്യുത അവതാരത്തെ ഒരു ഡിഷ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കേരള will be the best kitchen to make the dish. ആ സാധനം എങ്ങനെയാണ് സർ ഒന്ന്? I said if cinema is a dish, the Malayalam industry is the best kitchen to cook that dish. That people like it very much. I think that's it. അതാണ് ഏറ്റവും നല്ല അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയാണ്. ഒരു ഡിഷ് ഉണ്ടാക്കാനാണെങ്കിൽ, സിനിമ എന്ന വിഭവം ഉണ്ടാക്കാനാണെങ്കിൽ, അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു വിഭവം നമ്മുടെ മലയാളിക്ക് വേണ്ടി ഒരുക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. സർ, ഞാൻ റിവീൽ ചെയ്തോടെ? ഷുവർ, ഓക്കെ. സോ സാറിന് ഇത്രയും പറഞ്ഞു ഇതിന്റെ റൈറ്റർ ആണ്, ഡയറക്ടർ ആണ്. ഇനി റൈറോ വെഞ്ചേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് എംആർ ഫിലിം ഫാക്ടറി ആൻഡ് ആർ കമ്പൈൻസിന്റെ ഭാഗത്ത് നിന്ന് സാറ് പ്രൊഡ്യൂസർ ആയിട്ട് മലയാളത്തിലേക്ക് വരാനിരിക്കുകയാണ്. അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ സാർ? After finishing Achutha Avataram, I started feeling disconnected with the technicians because they finished their job and went back to the other projects. So I was detached to the things. So in the process, I met Arjun, okay, the director of our next thing. He pitched me a pitch deck and the complete story within 5 minutes. That's what which hooked